പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ഏറ്റവും പുണ്യമുള്ള ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ ഒരു പുണ്യമായ രാവാണ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതായത് റജബ് 27-ൻ്റെ രാവ്, അതായത് മിഅ്റാജ് ദിനത്തിൻ്റെ രാവ്. അൽഹംദുലില്ലാ, പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ വിശ്വാസികൾ തയ്യാറായി നിൽക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. എങ്ങനെയാണ് ഈ രാവിനെ സ്വീകരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ രാവിൽ ചെയ്യേണ്ടത്, ഇൻഷാ അല്ലാഹ് എല്ലാം പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ മറക്കരുതേ. 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇന്നത്തെ രാവിൻ്റെ, അതുപോലെ നാളത്തെ പകലിൻ്റെ, അതായത് റജബ് 27-ൻ്റെ രാവിലും പകലിലുമായി എന്തെല്ലാം നേട്ടങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ടോ, എന്തെല്ലാം മഹത്വങ്ങൾ റബ്ബ് വെച്ചിട്ടുണ്ടോ, അത് മുഴുവനും കരസ്ഥമാക്കാൻ ഒരു 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ 7 കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം വളരെ ഹാപ്പിയാകും. നമുക്ക് വളരെ ഖൈറുകൾ ജീവിതത്തിൽ കിട്ടും ഇൻഷാ അല്ലാഹ്. 7 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏതാണ് ആ 7 കാര്യങ്ങൾ? വിശദമായി നമുക്ക് കേട്ടാലോ. പവിത്രതകളേറെ നിറഞ്ഞ റജബ് മാസത്തിൻ്റെ 27-ാം രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി കടന്നു വരികയാണ്. പല ആളുകളും വിഷമത്തിലാണ്. ഉസ്താദ്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റൂ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ പല സഹോദരിമാരും അശുദ്ധിക്കാരാണ്, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റൂലല്ലോ, അല്ലെങ്കിൽ പലർക്കും ഈ നൈറ്റാണ് ഷിഫ്റ്റ് ഉള്ളത്, ജോലി മാറി വരുമല്ലോ, അപ്പോൾ നൈറ്റ് ഷിഫ്റ്റാണ്, ഞങ്ങൾക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും, നാളെ പകൽ ഇതൊക്കെ ചെയ്യാമോ, അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെ പലർക്കും പല ബേജാറുകളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അവസാനം വരെ കണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതിൽ പറയുന്ന കാര്യങ്ങൾ പരമാവധി അമൽ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുണ്യമായ ഈ രാവിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെയൊക്കെ മനസ്സിൽ എന്തെല്ലാം നല്ല മുറാദുകളുണ്ടോ, ഉദ്ദേശങ്ങളുണ്ടോ, എല്ലാം അല്ലാഹു തആല ഖൈറായ രൂപത്തിൽ സഫലീകരിച്ച് തരുമാറാവട്ടെ. നമ്മളിൽ ഒരുപാട് ആളുകൾക്ക് പല അസുഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, അല്ലേ? കൊളസ്ട്രോൾ ഉള്ളവർ, ഷുഗർ ഉള്ളവർ, പ്രഷർ ഉള്ളവർ, പിന്നെ ക്യാൻസർ രോഗം ബാധിച്ചവരുണ്ട്, അതുപോലെ കരളിന് പ്രശ്നമുള്ളവർ, അതുപോലെ ഈ നരമ്പിൻ്റെ ന്യൂറോ പ്രശ്നമുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ള, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ പല ആളുകൾക്കും വ്യത്യസ്തമായ രോഗങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആർക്കെല്ലാം എന്തെല്ലാം പ്രയാസ പ്രശ്നങ്ങൾ, മാനസികമായ ടെൻഷനുണ്ടോ, ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടോ, എല്ലാം അല്ലാഹു തആല പരിപാവനമായ ദിവസങ്ങളുടെ, രാവുകളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും അതിശ്രേഷ്ഠമായ, അതിപവിത്രമായ ഒരു പുണ്യമായ രാവിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇന്ന് മഗ്‌രിബോടുകൂടി, ഇന്ന് തിങ്കളാഴ്ച റജബ് 26-ആണ്. ഇന്ന് മഗ്‌രിബോടുകൂടി നമ്മൾ കടക്കുന്നത് പുണ്യമായ റജബ് 27-ാം രാവിലേക്കാണ്. നാളെ പകൽ 27-ആണ്, നാളെ ചൊവ്വാഴ്ച 27-ാമത്തെ പകലാണ്. അതായത് റജബ് 27-ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പുണ്യമായ മിഅ്റാജ് രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് റജബ് 1 മുതൽ നമ്മൾ പറയുന്ന പുണ്യമായ ദുആ ഒരു 3 വട്ടം ഈ ഒരു സമയത്ത് നമുക്ക് പറഞ്ഞാൽ വളരെ പ്രാധാന്യമാണ്, വളരെ ശ്രേഷ്ഠതയാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലെയും ശഅബാനിലെയും മുഴുവൻ ബറക്കത്തുകളും ഞങ്ങൾക്ക് നീ തരണയല്ലാ. പുണ്യമായ റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണയല്ലാ. ആ റമളാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അതുവഴി സ്വർഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് ശ്രേഷ്ഠതകളേറെ നിറഞ്ഞ റജബ് മാസത്തിൻ്റെ 26-ാമത്തെ ദിവസമാണ്. ഇന്ന് തിങ്കളാഴ്ച, റജബ് മാസത്തിലെ 4-ാമത്തേതും അവസാനത്തേതുമായ തിങ്കളാഴ്ച ദിനത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് അൽഹംദുലില്ലാ നോമ്പുകാരായ ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് ഉമ്മമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തആല നമ്മുടെയൊക്കെ നോമ്പുകളെ പരിപൂർണമായി സ്വീകരിക്കട്ടെ. റജബ് മാസത്തിലെ നോമ്പിന് എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ, 60 വർഷത്തെ ഇബാദത്തിൻ്റെ പ്രതിഫലമാണ്, 600 വർഷത്തെ ഇബാദത്തിൻ്റെ പ്രതിഫലമാണ്, അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ
ശിക്ഷയിൽ നിന്നുള്ള കാവലാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ പറയുന്നുണ്ട്. സ്വർഗത്തിൽ ഒരു നദിയുണ്ട്, ആ നദിയുടെ പേര് തന്നെ റജബ് എന്നാണ്. ആ ഒരു നദിയിൽ നിന്നും വെള്ളം കുടിക്കാൻ ഭാഗ്യം കിട്ടുന്നത് റജബ് മാസത്തിൽ നോമ്പ് പിടിക്കുന്ന, റജബ് മാസത്തെ ആദരിക്കുന്നവർക്കാണ് എന്നൊക്കെ ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹു തആല കരസ്ഥമാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മൾ കടക്കുന്നത് മിഅ്റാജ് രാവിലേക്കാണ്. റജബ് 27 രാവിലേക്കാണ്. അതായത് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രാവാണ് ഈ റജബ് 27 മിഅ്റാജിന്റെ രാവ്. ഈ ഒരു രാത്രിയെ പരിഗണിച്ചാൽ നമുക്ക് 100 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം വരെ അല്ലാഹു തആല നൽകുമെന്ന് പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. 100 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലമൊക്കെ കരസ്ഥമാക്കണമെങ്കിൽ നമുക്ക് അത്രയും വർഷം ജീവിക്കാൻ പറ്റുമോ? ജീവിക്കുമെന്ന് നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു രാത്രിയെ, ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരുന്ന രാത്രിയെ നമ്മൾ സജീവമാക്കിയാൽ, ഈ രാത്രിയെ ഒന്ന് പരിഗണിച്ചാൽ, ഈ രാത്രിയെ ഒന്ന് ഹയാത്താക്കിയാൽ ഇൻഷാ അല്ലാഹ് 100 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം പോലും അള്ളാഹു തരും. അതൊക്കെ കിട്ടോ, അതൊക്കെ ഉണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ട. അള്ളയല്ലേ തരുന്നത്. 100 അല്ല 1000 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം തരാനും പടച്ചോന് പറ്റും. പക്ഷെ മനുഷ്യർക്കല്ലേ പിശുക്ക്, മനുഷ്യർക്കല്ലേ പറയാൻ നാണം, അല്ലെ മനുഷ്യർക്കാണ് ചോദിക്കാൻ പേടി. അപ്പോൾ അള്ളാഹിനോട് എത്ര വേണമെങ്കിലും ചോദിക്കാം, അള്ളാഹിനോട് എത്ര വേണമെങ്കിലും നമുക്ക് ആവശ്യപ്പെടാം, അള്ളാഹു തരും. അപ്പോൾ പുണ്യമായ റജബ് മാസത്തിന്റെ പവിത്രമായ റജബ് 27 രാവ് ഇതാ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്രാ മിഅ്റാജിന്റെ രാവ്, അല്ലെ ഇസ്രാഇന്റെ രാവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇന്നലത്തെ വീഡിയോയിലും മിനിഞ്ഞാന്നത്തെ വീഡിയോയിലും എന്താണ് ഇസ്രാ, എന്താണ് മിഅ്റാജ് വിശദമായി നമ്മൾ പറഞ്ഞതാണ്. എന്നാലും ബറക്കത്തിന് വേണ്ടി ഒരു 1-2 കാര്യങ്ങൾ മാത്രം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ബുറാഖ് എന്ന വാഹനത്തിൽ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീനിലെ ആ പള്ളിയിലേക്ക് വന്നതിന്റെ പേര്, ആ രാപ്രയാണം, അതിന് പറയുന്ന പേരാണ് ഇസ്രാ. പിന്നെയോ അവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും 7 ആകാശങ്ങളും കടന്ന് അള്ളാഹു എവിടെയാണോ ഉദ്ദേശിച്ചത് ആ സ്ഥലത്തേക്ക് നബിയെ കൊണ്ടുപോയി ബുറാഖ് എന്ന വാഹനത്തിൽ. ആ യാത്രക്ക് പറയുന്ന പേരാണ് മിഅ്റാജ്, ആകാശാരോഹണം, ആകാശയാത്ര. അതാണ്. അപ്പൊ ഇതാണ് ഇസ്രാ മിഅ്റാജ്. ഈ യാത്ര സംഭവിച്ചത് ഇന്നത്തെ മഗ്‌രിബോടുകൂടി കടന്നു വരുന്ന പുണ്യമായ ആ ഒരു രാത്രിയിലാണ്. എപ്പോ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 49 വയസ്സ് കഴിഞ്ഞ് 50ാമത്തെ വയസ്സിലേക്ക് നബിതങ്ങൾ അടുക്കുന്ന ആ ഒരു സമയത്താണ് ഈ പുണ്യമായ സംഭവങ്ങളൊക്കെ ഉണ്ടായതെന്ന് നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഇൻഷാ അല്ലാഹ് പറഞ്ഞു വരുന്നത്, ഈ പുണ്യമായ രാവിൽ നമ്മൾ ഒരു 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഈ പുണ്യമായ രാവിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാവ് ഇപ്പോൾ നമ്മുടെ പരിസരത്തുള്ള പള്ളികളിലൊക്കെ മിഅ്റാജ് രാവിനെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് പല പരിപാടി എന്ന് പറഞ്ഞാൽ ദിക്ർ ചൊല്ലലും സ്വലാത്ത് ചൊല്ലലും ഒക്കെ നടക്കുന്നുണ്ട്. പല ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടാകും. അൽഹംദുലില്ലാഹ്, അതൊക്കെ വലിയ ഖൈറാണ്. പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക. പിന്നെയോ പല വീട്ടിലും ഉമ്മമാരൊക്കെ പ്രത്യേകം ഈ രാത്രിയെ, നമ്മുടെ കാർന്നോന്മാരൊക്കെ, പഴയകാല ഉമ്മമാര് ഉപ്പാപ്പമാരൊക്കെ അവരൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്ന ഒരു പുണ്യമായ രാവാണ് ഈ മിഅ്റാജ് രാവ്, റജബ് 27 രാവ്. റജബ് 27 രാവിന് മാത്രമല്ല കേട്ടോ പ്രത്യേകതയുള്ളത്. നാളത്തെ പകൽ, അതായത് നാളെ ചൊവ്വാഴ്ച റജബ് 27, ആ പകലിനും നാളത്തെ പകലിനും ഒരുപാട് നേട്ടങ്ങളുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ രാവിന്, ഇപ്പോൾ വെള്ളിയാഴ്ച രാവിന് ശ്രേഷ്ഠതയുണ്ട്, അതുപോലെ ശ്രേഷ്ഠതയുണ്ട് വെള്ളിയാഴ്ച പകലിന്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിന്റെ രാവിന് ശ്രേഷ്ഠതയുണ്ട്, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിന്റെ പകലിനും ഒരുപാട് നേട്ടങ്ങളുണ്ട്. എന്നതുപോലെ ഈ മിഅ്റാജ് രാവിന് ശ്രേഷ്ഠതയുണ്ട്, നാളത്തെ പകൽ മിഅ്റാജ് ദിനം, നാളെ റജബ് 27 മിഅ്റാജ് ദിനമാണ്. അപ്പോൾ ആ നാളത്തെ പകലിനും ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പലരും ഇപ്പോഴേ വലിയ സങ്കടത്തിലാണ്. ഉസ്താദെ, ഇന്നത്തെ മഗ്‌രിബോട് കൂടി ഞാൻ ജോലിക്ക് കയറും, ചിലപ്പോൾ നാളെ സുബഹിയുടെ സമയത്താണ് ഇറങ്ങുക, അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് അശുദ്ധിയാണ് ഉസ്താദെ, ഞങ്ങൾക്ക് ഇന്ന് ചൊല്ലാൻ പറ്റുമോ, ഈ ദിക്റും സ്വലാത്തൊക്കെ ഈ ഖുർആനൊക്കെ ഓതാൻ പറ്റുമോ, ഞങ്ങൾ വിഷമത്തിലാണ്. അങ്ങനെ ഇന്നത്തെ രാത്രി ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാകും. വിഷമിക്കേണ്ട, സങ്കടപ്പെടേണ്ട. നാളെ പകൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ നാളെ ചെയ്യുന്ന അമലുകൾ, അല്ലെങ്കിൽ ഇന്ന് മഗ്‌രിബോട് കൂടി ചെയ്യുന്ന അമലുകളിൽ പ്രധാനപ്പെട്ട ഒരു അമൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതെന്താണ്? നിസ്കാരം കൃത്യമാക്കലാണ്.
കാരണം നിസ്കാരത്തിൻ്റെ വാർഷിക മാസമാണ് പുണ്യമായ റജബ് 27 എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത വലിയ സമ്മാനം. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടിയാണ് നബി തങ്ങൾ ആ സമ്മാനം സ്വീകരിച്ചത്. 5 വഖത്ത് 50 വഖത്ത് നിസ്കാരം അത് കുറച്ച് 5 വഖത്ത് നിസ്കാരമാക്കി. ആ 5 വഖത്ത് നിസ്കാരം അല്ലാഹുവേ എത്രമാത്രം ഈ നിസ്കാരത്തെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിസ്കാരത്തെ പറ്റി നമുക്കറിയാം, നിസ്കാരത്തിൻ്റെ രൂപമൊക്കെ അറിയാം. പക്ഷേ നിസ്കാരത്തെ പറ്റി അറിയാമെങ്കിലും അതിൻ്റെ ഗൗരവം അറിയാമെങ്കിലും പലരും ഇന്ന് വിസ്മൃതിയിലാണ്. അപ്പം ഈ റമദാൻ വരുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാ ഇനിയും ഒരു മാസം ഉണ്ടല്ലോ. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഇപ്പോഴേ മനസ്സിൽ കരുതണം, ഇനിയുള്ള ഒരു വഖത്ത് പോലും പടച്ചോനെ ഞാൻ ഖളാ ആക്കാതെ തന്നെ നിസ്കരിക്കും, പരമാവധി ജമാഅത്തോടു കൂടി തന്നെ നിസ്കരിക്കും എന്ന് നമ്മൾ നിയ്യത്ത് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ അള്ളാന്റെ റസൂല് നമുക്ക് തന്ന സമ്മാനം നമ്മൾ സ്വീകരിച്ചതാണ്. ഇപ്പോൾ ഒരാൾ ഒരു സമ്മാനം തന്നാൽ അല്ലെ, നമ്മളത് വാങ്ങിക്കാതിരുന്നാൽ അയാൾക്ക് എത്ര വിഷമം ഉണ്ടാകും? അല്ലെങ്കിൽ അത് കൈകൊണ്ട് വാങ്ങിച്ചിട്ട് അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ വലിച്ചെറിഞ്ഞാൽ അയാൾക്ക് എത്ര വിഷമം ഉണ്ടാകും? ഈ നിസ്കാരമാകുന്ന സമ്മാനം ആരാ നമുക്ക് തന്നത്? അള്ള തന്നതാൻ. ആരുടെ കയ്യിൽ കൊടുത്തുവിട്ടു? നബി തങ്ങളുടെ കയ്യിൽ കൊടുത്തുവിട്ടു. അത് നമ്മളിങ്ങനെ വാങ്ങിച്ചിട്ട് വലിച്ചെറിയുമ്പോൾ അള്ളാഹ്ക്കും റസൂലിനും എത്ര വിഷമമുണ്ടാകും, സങ്കടമുണ്ടാകും. അതുകൊണ്ട് ഇനിയുള്ള സമയത്ത് നിസ്കാരം കൃത്യം, അതാണ് പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുള്ളത്. ഇന്ന് തിങ്കളാഴ്ച, ഇന്നത്തെ ളുഹർ, അസർ, മഗ്രിബ്, ഇഷ, അതുപോലെ ഇന്നത്തെ രാവ് മഗ്രിബോട് കൂടി കടന്നു വരുന്ന പുണ്യമായ മഗ്രിബ് നിസ്കാരം, ഇഷാ നിസ്കാരം, പിന്നെ നാളത്തെ സുബഹി, പിന്നെ നാളെ ളുഹർ, അസർ, മഗ്രിബ്, ഇഷ. അപ്പോൾ ഇത് ഇനിയുള്ള ഇപ്പോൾ റജബ് 26 ഇന്ന്, നാളെ 27, 28, 29, 30 കിട്ടുമെങ്കിൽ 30, അല്ലെങ്കിൽ ഷഅബാൻ. ഇനിയുള്ള ദിവസങ്ങളും മാസങ്ങളും ഇൻഷാ അല്ലാഹ് ഈ നിസ്കാരത്തിൻ്റെ കാര്യം എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, പ്രത്യേകം ഗൗരവത്തോടു കൂടി എടുക്കുക. ഫർദ് നിസ്കാരങ്ങൾ മാത്രമല്ല, ദുഹാ നിസ്കാരം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾക്ക് ഇന്നത്തെ പകലോടുകൂടി ദുഹാ നിസ്കാരം തുടങ്ങാം. തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾക്ക് ഈ വരുന്ന രാത്രി, അതായത് ഇന്നത്തെ മഗ്രിബോടുകൂടി കടന്നു വന്ന രാത്രിയിൽ നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം ആ സമയം തൊട്ട് തുടങ്ങാവുന്നതാണ്. വിത്ർ നിസ്കാരം ഉദ്ദേശിക്കുന്നവരെ ഇന്നത്തെ രാവോടുകൂടി നിങ്ങൾക്ക് വിത്ർ നിസ്കാരം തുടങ്ങാവുന്നതാണ്. അതായത് തുടങ്ങിയ ആളുകൾക്ക് ഒന്നുകൂടി ഉഷാറോടുകൂടി ചെയ്യാനും തുടങ്ങാത്ത ആളുകൾക്ക് ഒന്ന് ഉഷാറായി തുടങ്ങാനും പറ്റിയ പവിത്രമായ രാവാണ് മിഅ്റാജിന്റെ രാവ്. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യമൊക്കെ നമ്മൾ ഫർള് നിസ്കാരം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ സുന്നത്ത് നിസ്കാരം ശ്രദ്ധിക്കാൻ പ്രത്യേകം തയ്യാറാവുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ കാര്യമാണ്. നിസ്കാരം പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. നോമ്പിന്റെ കാര്യം അതായത് ഇന്നിപ്പോൾ നോമ്പുള്ള ആളുകൾ ഉണ്ടാകും, അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. നാളെ നമ്മൾ എന്തായാലും ഒരു നോമ്പുകാരായിരിക്കൽ പ്രത്യേകം നല്ലതാണ്. മിഅ്റാജ് രാവിന്റെ നോമ്പിന്റെ ആ ശ്രേഷ്ഠതയൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് മഹത്തുക്കൾ, ഒരുപാട് കിതാബുകളിൽ വിശദമായി ഇതിന്റെ ഈ ഒരു നോമ്പിന്റെ പ്രതിഫലമൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ആ നോമ്പിന്റെ പ്രതിഫലം മിഅ്റാജിന്റെ നോമ്പാണ്. അപ്പോൾ മിഅ്റാജിന്റെ നോമ്പുണ്ടോ, ആര് പിടിച്ചു, എങ്ങനെ പിടിച്ചു, എപ്പോൾ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. എവിടെ വേണ്ടവർക്ക് പിടിക്കാം, നമ്മളെത്ര പറയുന്നുള്ളൂ, വേണ്ട ആളുകൾക്ക് പിടിക്കാം. അതിനെപ്പറ്റി ഇങ്ങനെ തർക്കിച്ച് നിൽക്കാനും നമുക്ക് സമയമില്ല. വേണ്ടാത്തവർക്ക് മാറി നിൽക്കാം, വേണ്ടുന്നവരെ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം നമ്മൾ ഉൾക്കൊള്ളുന്നവരാണല്ലോ. അപ്പോൾ നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റുന്നവരെ നിങ്ങൾക്ക് നാളെ നോമ്പ് പിടിക്കാം. അതായത് ഇന്നത്തെ രാത്രി അതിനെ നിയ്യത്ത് വെക്കുക. എന്താണ്? ഒരു 3 നിയ്യത്ത് നമുക്ക് വെക്കാം. ഒന്നാമത്തേത് റജബ് മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. രണ്ടാമത്തെ നിയ്യത്ത് റജബ് 27 ഒരു സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. മൂന്നാമത്തെ നിയ്യത്ത് റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർളായ നോമ്പ് ഞാൻ ഇതിന്റെ കൂടെ ഖളാ വീട്ടുന്നു. ഇങ്ങനെ 3 നിയ്യത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്രിബോട് കൂടി കടന്നു വരുന്ന സമയത്ത് നമ്മൾ നിയ്യത്ത് വെക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിസ്കാരം. ഇന്നത് മാത്രമൊന്നുമല്ല, ഇനിയുള്ള ദിവസങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം കൃത്യമാക്കണേ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നോമ്പ് പറ്റുന്നവർക്ക് നാളെ, ഇപ്പോൾ നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ട്, അശുദ്ധിയുള്ള ഉമ്മമാരുണ്ട്. ഉസ്താദ് ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂലല്ലോ. വേണ്ട, നിങ്ങൾക്ക് നോമ്പ് പിടിക്കേണ്ട. നോമ്പ് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ ആ നോമ്പിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തരും. എന്താ മനസ്സിൽ വേണ്ടത്? നോമ്പ് പിടിക്കാൻ പറ്റാത്തവരെ നിങ്ങൾ മനസ്സിൽ കരുതുക, പടച്ചോനെ എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റുന്ന അവസരമായിരുന്നെങ്കിൽ ഞാൻ നോമ്പ് പിടിച്ചേനെ. ആ ഒരു നല്ല നിയ്യത്തുണ്ടെങ്കിൽ തന്നെ അല്ലാഹു തആല പ്രതിഫലം തരും. പിന്നെ നിങ്ങൾക്ക് ഈ റജബ് ഈ 27 നോമ്പൊക്കെ പിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കുളിച്ച് ശുദ്ധിയായ സമയത്ത് നിങ്ങൾക്ക് നോമ്പ് പിടിക്കാവുന്നതാണ്. മറ്റൊരു അവസരത്തെ നോമ്പ് പിടിക്കുമ്പോൾ കഴിഞ്ഞ റജബ് 27 സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു, ആ നിയ്യത്ത് ആ സമയത്ത് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. പലരും ചോദിച്ചു, ഉസ്താദ് ഞങ്ങൾക്ക് പരീക്ഷയാണ്, എക്സാമാണ്, ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റുമോ? പരീക്ഷയൊന്നും
ഈ നോമ്പ് പിടിക്കുന്നതിന് തടസ്സമല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു 13 മണിക്കൂറാണ് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ നോമ്പുകാരായിട്ട് ഉണ്ടാവേണ്ടത്. അപ്പോൾ അത്യാവശ്യം വെയിലും ചൂടൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമുണ്ട് നോമ്പ് പിടിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം. ഇപ്പോൾ പരീക്ഷ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും ഇല്ലല്ലോ, ഒരു 2-2.5 മണിക്കൂറൊക്കെ ആയിരിക്കുമല്ലോ പരീക്ഷ ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പരീക്ഷ അള്ളാഹു എളുപ്പമാക്കണേ എന്ന നിയത്തിൽ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പരീക്ഷയുള്ള ആളുകൾക്ക് അങ്ങനെ നോമ്പ് പിടിക്കാൻ പറ്റുന്നവർക്ക് നോമ്പ് പിടിക്കാം. അപ്പോൾ നോമ്പിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ നിയത്ത് നമ്മൾ പറഞ്ഞു, അതിന്റെ പ്രതിഫലം ഒരുപാട് പ്രതിഫലമാണ്. അത് മുമ്പ് പറഞ്ഞതാണ് ഒരുപാട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, അതായത് 600 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം, അത് 60 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം, ഖബർ ശിക്ഷ എന്നുള്ള കാവൽ, പിന്നെ സ്വർഗത്തിലൊരു നദിയുണ്ട്, ആ നദിയുടെ പേര് തന്നെ റജബ് എന്നാണ്. അപ്പം അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു നോമ്പിന് നമുക്ക് കിട്ടാനുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? നോമ്പിന്റെ കാര്യം. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ദുആകൾ അധികരിപ്പിക്കലാണ്. ഇന്നത്തെ മഗ്‌രിബാവാൻ കാത്തു നിൽക്കണ്ട, ഇപ്പൊ തന്നെ നമുക്ക് ദുആ രക്കാം. വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്. ആ ദുആകളൊക്കെ നമ്മൾ പരമാവധി അധികരിപ്പിക്കുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച ഒരുപാട് മഹത്തുക്കൾ അവർ നമുക്ക് പറഞ്ഞു തരുകയാണ്, നമ്മുടെ ഒരു വർഷത്തിൽ ചില രാവുകളുണ്ട്. ആ രാവുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന്റെ പ്രത്യേകതയാണ് അല്ലാഹു തആല ദുആ സ്വീകരിക്കും വേഗത്തിൽ. അതിൽപ്പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച രാവ്. വെള്ളിയാഴ്ച രാവിലെ ദുആ അല്ലാഹു വേഗത്തിൽ കബൂൽ ചെയ്യുമെന്നാണ്. രണ്ടാമത്തേത് 2 പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ രാവുകൾ. പിന്നെയോ മൂന്നാമത്തേത് ലൈലത്തുൽ ഖദറിന്റെ രാവ്, നാലാമത്തേത് അറഫ രാവ്, അഞ്ചാമത്തേത് റജബ് മാസത്തിന്റെ ആദ്യത്തെ രാവ്, ആറാമത്തേത് ശഅബാൻ 15ന്റെ രാവ്, ഏഴാമത്തേത് മുഹറം 10ാം രാവ്, അതുപോലെ തന്നെ എട്ടാമത്തേത് റജബ് 27ാം ദിവസത്തിന്റെ രാവ്. ഇങ്ങനെ ഒരുപാട് രാവുകൾ പറയുന്നുണ്ട്. ആ രാവുകളെ പ്രത്യേകം പരിഗണിക്കണേ. കാരണം ആ സമയത്ത് ചെയ്യുന്ന ദുആ അല്ലാഹു വേഗത്തിൽ കബൂലാക്കും. പ്രത്യേകിച്ച് റജബ് 27ാം രാവ് അല്ലാഹുവിനെ കാണാൻ മുത്ത് റസൂൽ പോയ രാവാണ്. നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നബി വാങ്ങിച്ചു തന്ന രാവാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ രാവിൽ നമ്മൾ ചെയ്യുന്ന ഏത് ദുആയും അല്ലാഹു സ്വീകരിക്കും. ഈ രാവിൽ നമ്മൾ ചെയ്യേണ്ട ദുആകളിൽ പ്രധാനപ്പെട്ട ഒരു ദുആയാണ് ഏത് ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇനി പറയുന്ന ദുആയൊക്കെ അശുദ്ധിക്കാരായ ഉമ്മമാരാണെങ്കിലും അവർക്കും ഈ ദുആയൊക്കെ പറയാവുന്നതാണ്. ഒന്നാമത്തെ ദുആ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഈ ദുആ നമ്മൾ ഇന്നത്തെ രാവിലും അധികരിപ്പിക്കണം, നാളത്തെ പകലിലും ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തേത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. രണ്ടാമത്തേത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പുണ്യമായ ദുആയാണ്, നരകമോചനം ചോദിക്കുന്ന ദുആയാണ്, സ്വർഗ്ഗപ്രവേശനം ചോദിക്കുന്ന ദുആയാണ്, ദുനിയാവിൽ എല്ലാ നന്മകളും അല്ലാഹുവോട് ചോദിക്കുന്ന ദുആയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ ദുആ നിങ്ങൾ പരമാവധി അധികരിപ്പിക്കണേ. റബ്ബനാ ഒന്ന് പറഞ്ഞേ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മൂന്നാമത്തെ ദുആ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇതൊരു ദുആയാണ്, ഇതൊരു ഇസ്തിഗ്ഫാറാണ്, ഇതൊരു തൗബയുടെ വചനമാണ്. നാലാമതായി പറയേണ്ടത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അഞ്ചാമതായി നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയുള്ള ദുആയാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. ആറാമതായി പറയേണ്ടത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഭാര്യ സന്താനങ്ങൾക്ക്, ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ള ദുആയാണ്. ഏഴാമതായി പറയേണ്ടത് ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അപ്പോൾ 7 ദുആ, ഇതാണ് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്. ഇനി നാലാമത്തേത് നമ്മൾ ദിക്റുകൾ അധികരിപ്പിക്കുക. ഇന്നത്തെ പകൽ, ഇന്ന് തിങ്കളാഴ്ച, ഇന്നത്തെ പകൽ, ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരുന്ന ഈ രാത്രി, പിന്നെ നാളത്തെ പകൽ ഒക്കെയായിട്ട് പരമാവധി ദിക്റുകൾ അധികരിപ്പിക്കുക. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മളെ ഇസ്രാ മിഅ്റാജിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നല്ലോ. 7ാം ആകാശത്ത് വെച്ച് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് സംസാരിച്ച സമയത്ത്
എന്ത് പറഞ്ഞു കൊടുത്തു? ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തു. ആ ദിക്ർ 4 കലിമത്തുകൾ, ഒന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ 4 കലിമത്തുകൾ അധികരിപ്പിക്കുന്ന ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല ഒരുപാട് നേട്ടം നൽകുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമ്മൾ ചേർത്ത് പറയുന്നു. എങ്ങനെ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതിന്റെ കൂട്ടത്തിൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഈ ഒരു ദിക്ർ 100 വട്ടമെങ്കിലും നമ്മൾ ചുരുങ്ങിയത് പറയണമെന്നാണ്. ഈ ഒരു ദിക്ർ എങ്ങനെ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ആ ദിക്ർ നമുക്കറിയാമല്ലോ, അത് മറന്നു പോകരുത്. പിന്നെയോ മറ്റൊരു ദിക്ർ വിശുദ്ധമായ റജബ് മാസത്തിന്റെ 3-ാമത്തെ 10 ദിവസങ്ങളിൽ അധികരിപ്പിക്കണമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹിർ റഊഫ്. സുബ്ഹാനല്ലാഹിർ റഊഫ്. ഇത് എത്ര വട്ടം? 70 വട്ടം എന്ന് പറഞ്ഞ ആളുകളുണ്ട്, 100 വട്ടം എന്ന് പറഞ്ഞ മഹത്തുക്കളുമുണ്ട്. ചുരുങ്ങിയത് ഒരു 70 വട്ടമെങ്കിലും ഈ ദിക്ർ നമ്മൾ പറഞ്ഞിരിക്കണം. ഇതൊരു തസ്ബീഹാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്, ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ്. പിന്നെ അടുത്ത ദിക്ർ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. ഇതും 70 വട്ടമോ അല്ലെങ്കിൽ 100 വട്ടമോ നമുക്ക് എത്രയാണോ പറ്റുന്നത് അതനുസരിച്ച് പറയാം. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. പിന്നെ 4-ാമതായി നമ്മൾ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വളരെ പ്രാധാന്യം. ദിക്റുകളുടെ നേതാവ്, രാജാവാണ്, അഫ്ളലു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ദിക്റും പരമാവധി അധികരിപ്പിക്കുക. പിന്നെയോ 5-ാമതായി ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഇസ്തിഗ്ഫാറാണ്, ഇതൊരു ദുആയാണ്, ഇത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുള്ളൊരു വല്ലാത്തൊരു വചനമാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. ഇതൊരു ദിക്റാണ്, ഇതൊരു ഇസ്തിഗ്ഫാറാണ്, ഇത് പരമാവധി അധികരിപ്പിക്കണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. 6-ാമതായി പറയേണ്ടത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. 6 ദിക്റുകൾ, 6 പ്രധാനപ്പെട്ട ചില വചനങ്ങൾ. അതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്‌രിബോട് കൂടിയും പിന്നെ നാളത്തെ പകലും പിന്നെ ഇന്നത്തെ പകലും ഒക്കെ ആയിട്ട് നമുക്ക് എപ്പോഴാണോ പറ്റുന്ന സമയം അപ്പോഴൊക്കെ നമ്മൾ അധികരിപ്പിച്ചു പറയുക. ഇനി 5-ാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം പരിശുദ്ധമായ ഖുർആൻ ഓതലാണ്. സൂറത്ത് യാസീൻ ഓതാം, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, ആയത്തുൽ കുർസി, ആമന റസൂലു ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ എന്ന് തുടങ്ങുന്ന ആയത്ത്, സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്ത് ലഖദ് ജാഅക്കും, അതുപോലെ തന്നെ സൂറത്തുൽ ഫതഹിന്റെ അവസാനത്തെ ആയത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി അധികരിപ്പിക്കുക, പരമാവധി ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ആയത്തുൽ കുർസിയൊക്കെ ഒരുപാട് കണ്ട് ഓതാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതൽ നേട്ടമാണ്. ആയത്തുൽ കുർസി നമ്മൾ ഇന്ന് എന്തായാലും നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? വുദുവോടുകൂടി തന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കണം. വുദുവോടുകൂടി തന്നെ ഉറങ്ങാൻ കിടക്കണം. ആയത്തുൽ കുർസി ഓതിയിട്ട് കിടക്കണം. വളരെ പുണ്യമാണ്, വളരെ ശ്രേഷ്ഠമാണ്. പിന്നെയോ നാളെ 6-ാമതായി ശ്രദ്ധിക്കേണ്ടത് നാളെ നമുക്ക് നോമ്പായിരിക്കുമല്ലോ. അപ്പം നാളത്തെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുന്നത്തുകൾ, ഒരുപാടുണ്ട്. ഇപ്പോൾ 6:25 ബാങ്കെങ്കിൽ ഒരു 6:15 നമ്മൾ എല്ലാ ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം നമ്മൾ ദിക്ർ ചൊല്ലുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആ ദിക്ർ ഒന്ന് പറഞ്ഞിട്ട് ആ ഒരു ദിക്റൊക്കെ നമുക്ക് പരമാവധി അധികരിപ്പിച്ച് ഇസ്തിഗ്ഫാറൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു കുറഞ്ഞ ഒരു മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ വളരെ വേഗത്തിൽ സ്വീകരിക്കുന്ന ഒരു സമയം കൂടിയാണ്. മാത്രമല്ല നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആകളുണ്ട്, ദിക്റുകളുണ്ട്. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു, അല്ലെങ്കിൽ ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. അങ്ങനെ പുണ്യമായ ദിക്റുകൾ, പുണ്യമായ ദുആകളൊക്കെ ഉണ്ട്. അതൊക്കെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ബിസ്മില്ലാ, നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ, പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തായിരിക്കും ബാങ്ക് വിളിക്കുന്നത്. ബാങ്കിൻ്റെ ഇജാബത്തൊന്നും മറന്നു പോകരുത്. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ 7-ാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ പറഞ്ഞ അമലുകൾ അല്ലേ, ഒരുപാട് ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് നമ്മൾ
പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഒരു ക്വാളിറ്റി നമുക്കുണ്ടാവണം. എന്താണ് ആ ക്വാളിറ്റി? പിണക്കങ്ങൾ മാറ്റണം. മറ്റുള്ളവരോടുള്ള പിണക്കം, വഴക്ക്, അസൂയ, കുശുമ്പ് അതൊക്കെ മാറ്റുക. ആ ബന്ധങ്ങളൊക്കെ നന്നാക്കുക. വാപ്പയോട്, ഉമ്മയോട്, മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, ബന്ധുമിത്രാദികളോട്, കൂട്ടുകാരോട്, നാട്ടുകാരോട്, വേണ്ടപ്പെട്ടവരോട് അവരോടുള്ള ആ ബന്ധമൊക്കെ ഒന്ന് നല്ല രൂപത്തിലാക്കിയാലാണ് ഈ പറയപ്പെട്ട അമലുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുകയുള്ളൂ. പിന്നെ മരണപ്പെട്ടു പോയവരെ സിയാറത്ത് ചെയ്യുക, അത് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ നിന്നും മരണപ്പെട്ട, നമ്മുടെ ഉമ്മ വാപ്പയൊക്കെ മരണപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടി സിയാറത്ത് ചെയ്യാൻ പുരുഷന്മാർ പോകാൻ പറ്റുമെങ്കിൽ അവരെ സിയാറത്ത് ചെയ്യുക. ഇല്ലെങ്കിൽ വീട്ടിലിരുന്ന സ്ത്രീകൾക്ക് വീട്ടിലിരുന്നിട്ട് ഒരു ഫാത്തിഹയെങ്കിലും ഓതി അവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ദുആ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രാവാണ് വരുന്നത്. നാളത്തെ പകലും പറ്റുന്നതുപോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്ന കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് തൃപ്തിയുള്ള നല്ല കാര്യങ്ങളായി പടച്ചവൻ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറയപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏകദേശം പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിലേക്ക് നിങ്ങൾക്ക് എഴുതിയെടുത്താൽ വേഗത്തിൽ നിങ്ങൾക്കത് നോക്കി ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല, എന്തെങ്കിലും തിരക്കായി അല്ലെങ്കിൽ രോഗമായി കിടന്നുപോയി എന്ന് വെച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് അറിയാവുന്ന സ്വലാത്തുകൾ പരമാവധി അധികരിപ്പിക്കുക. അറിയാവുന്ന സ്വലാത്തല്ലേ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വലാത്ത് അതിങ്ങനെ അധികരിപ്പിക്കുക. ഒരുപാട് കണ്ട സ്വലാത്തുകളൊക്കെ പറയുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല, ചെയ്തേ മതിയാകൂ അങ്ങനെയല്ല പറഞ്ഞത്. ഈ പറയുന്ന കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്താൽ ചെയ്യുന്നതനുസരിച്ച് അള്ളാഹു താല വലിയ പ്രതിഫലം തരും ഇൻഷാ അള്ളാഹ്. അപ്പോൾ പരമാവധി ദ്വാരക്ക, എനിക്ക് വേണ്ടി ദ്വാരക്ക, എൻ്റെ കുടുംബത്തിന് വേണ്ടി ദ്വാരക്ക. നമ്മുടെ ഈ ചാനലിൻ്റെ അണിയറ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടി ദ്വാരക്ക. പിന്നെ ഇൻഷാ അള്ളാഹ് ഈ കാണുന്ന കമൻ്റ് എഴുതുന്ന, നമ്മുടെ വീഡിയോകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അള്ളാഹ് എൻ്റെയൊക്കെ നമ്മുടെയൊക്കെ ദുആയിൽ ഉണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാവനമായ റജബ് മാസത്തിന്റെ എല്ലാ പുണ്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഒട്ടും കുറയാതെ തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പരസ്പരം ദുആ വസിയത്തോടു കൂടി നിർത്തുകയാണ്. ആരൊക്കെ നമ്മളോട് എന്തൊക്കെ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അല്ലാഹു അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.